നമസ്കാരം സുഹൃത്തുക്കൾ. വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയവുമായിട്ട് വന്നിരിക്കുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. ഇതിനെപ്പറ്റി എല്ലാവരും കേട്ടിരിക്കും. AI എന്തു ചെയ്യാൻ പോകുന്നു എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. AI ഓരോ മനുഷ്യരായ നമ്മളോടും ഓരോ വ്യക്തിയോടും എന്താണ് ചെയ്യാൻ പോകുന്നത്. കോർപ്പറേറ്റുകൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ എന്താണ് യുവാക്കളോടും യുവതികളും പറഞ്ഞിരുന്നത്? കഠിനമായി പഠിക്കണം, കഠിനമായി ജോലിയെടുക്കണം, ഓഫീസിലേക്ക് വരണം, നികുതി അടയ്ക്കണം, ജീവിതം കഠിനമാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതേ കോർപ്പറേറ്റുകൾ പറയുകയാണ് ജീവിക്കാൻ വേണ്ടി വേറെ വഴി നോക്കിക്കോളൂ എന്ന്. ഇന്ത്യൻ IT സെക്ടറിനെ പറ്റിയാണ് പറയുന്നത്. കൊന്നോളൂ, ഞങ്ങളിന്ന് കൊന്നു തരാമോ എന്നാണ് ഇന്ത്യൻ IT സെക്ടറിലെ 90% വർക്ക് ഫോഴ്സും പറയുന്നത്. ഞാൻ ഈ വിഷയം പറയാമെന്ന കാരണം എന്ന് പറയുന്നത് AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ആറ്റം ബോംബ് തന്നെയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജും നാട്ടിൽ കാണാൻ സാധിക്കും. 4 വർഷത്തെ കോഴ്സുകൾ ആരംഭിച്ചിരിക്കാൻ AI-നെ പറ്റി. AI, ML 10-50 ലക്ഷം രൂപയാണ് രക്ഷിതാക്കളിൽ നിന്ന് വാങ്ങിച്ച് 4 വർഷം കഴിഞ്ഞ് പഠിച്ച് കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴേക്കും അവർ പഠിച്ച ഫീൽഡ് തന്നെ ഓട്ടോമേറ്റായി പോകും. ഓട്ടോമേഷൻ വന്ന് കൊണ്ടുപോകും. അത് വെറും സത്യം പറഞ്ഞ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയെ പറ്റി സംസാരിക്കാൻ പോകുന്നത്. AI നമുക്കൊരു ബാധ്യതയാവുകയാണോ? എന്താണ്? ഞാനൊരു AI-യുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജോലി നാളെ ഉണ്ടാകുമോ എന്ന് എനിക്ക് തന്നെ യാതൊരു ഉറപ്പുമില്ല. പ്രൊഡക്ഷൻ റെഡി കോഡുകൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള എല്ലാം റെഡിയാക്കാൻ തയ്യാറാണ് AI എന്ന് പറയുന്നത്. ഇന്നും നാളെയും അല്ല പറയുന്നത്. 2-3 വർഷങ്ങൾക്കപ്പുറം മനുഷ്യനെക്കാട്ടും വളരെ മിടുമിടുക്കനായിട്ടുള്ള കോഡുകൾ എഴുതാൻ, പ്രൊഡക്ഷൻ റെഡി ഡെലിവറബിൾസ് തയ്യാറാക്കാൻ AI റെഡിയാകും. മനുഷ്യനെക്കാട്ടും 10 മടങ്ങ് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ റെഡിയാകും. ഞാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ്. വല്ല ഫുഡ് ട്രക്കോ ഒന്നും പറ്റിയും വല്ല കാളവണ്ടി ഓടിക്കാനോ വല്ല കുതിര വണ്ടി ഓടിക്കാനോ റെഡിയാണ്. കാരണം എന്ന് വെച്ചാൽ കാർ ഓടിച്ച് ജീവിക്കാൻ സാധിക്കില്ല. ഊബറോ അല്ലെങ്കിൽ ഓളയൊന്നും ഓടിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അമേരിക്കയിൽ മുഴുവൻ ഈ മറ്റേ ആളില്ല വണ്ടികളാണ്, നിർമ്മിത ബുദ്ധിയുടെ വണ്ടികളാണ്, വേമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പരിപാടി നടക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നു വെച്ചാൽ ജോലികളില്ല, ലക്ഷറി മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നില്ല, ബാങ്കുകളിലെ ഡീഫോൾട്ടേഴ്സ് വർദ്ധിക്കും, നഗരങ്ങൾ ശൂന്യമാകും, സർക്കാരുള്ള നികുതി വരുമാനം നഷ്ടമാകും, മാർക്കറ്റുകൾ തകർന്നു വിടും. നമ്മൾ തന്നെ സൃഷ്ടിച്ച ഒരു സോഫ്റ്റ്വെയർ നമ്മളിലേക്ക് തന്നെ ഇരുട്ടിലേക്ക് തള്ളി വിടുകയാണ്. ആസ്വദിക്കേണ്ടിയിരിക്കുന്നു എല്ലാ സുഹൃത്തുക്കളെ. AI ഒരു സാമ്പത്തിക ആറ്റം ബോംബാണ്. എന്നിട്ടും സാം ആൾട്ട്മനും സുന്ദർ പിച്ചായും എന്താണ് പറയുന്നത്? ഒരു ജോലി ക്ഷാമം ഉണ്ടാവില്ല, ജോലി ഒരാളുടെയും പോകില്ല എന്ന്. അവർ പറയുന്നത് ശുദ്ധമായ മണ്ടത്തരമാണ്. നിങ്ങൾ നിർമ്മാണ മേഖല നോക്കൂ, മാനുഫാക്ചറിങ് സെക്ടർ നോക്കൂ. ഒരിക്കൽ മനുഷ്യരുടെ ജീവനാഡിയായിരുന്നു മാനുഫാക്ചറിങ്. ഇന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഭൂരിഭാഗം ഓട്ടോമേഷൻ അല്ലേ? അതുപോലെ തന്നെയാണ് IT ഫീൽഡുകളും ഇലക്ട്രിക്കൽ ഫീൽഡുകളും മെക്കാനിക്കൽ ഫീൽഡുകളിലെയും അവസ്ഥ വരാൻ പോകുന്നത്. കാരണം മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യരാവശ്യമുണ്ടാകും, പക്ഷെ മുമ്പത്തെ പോലെ ആകില്ല. എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്? ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ഏതൊരു വ്യക്തിയുടെയും ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ ആവശ്യം എന്താണ്? അതായത് ഒരു 10-30 ലക്ഷം രൂപ പാക്കേജിൽ ജോലി വാങ്ങുക, സുഖമായി ജീവിക്കുക. ഈ പാക്കേജുകൾ അപ്രത്യക്ഷമാകും. വലിയ പാക്കേജുകൾ ഒരു മനുഷ്യനും കൊടുക്കേണ്ട അവസ്ഥ വരില്ല. ഓൺലൈൻ ഡെലിവറി നിങ്ങൾ കണ്ടു കാണും. ഗിഗ്സ് എന്ന് പറയും നമ്മൾ, അതായത് സൊമാറ്റോ, സ്വിഗ്ഗി, ഈ വക പരിപാടി പോലെയാകും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ എന്ത് ഫീൽഡ് എടുത്താൽ പോലും, സൈക്കോളജിസ്റ്റുകളായാൽ പോലും, ലോയർ ആയാൽ പോലും, അതായത് ശരീരാധ്വാനമുള്ള ജോലികൾ, പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ കുറച്ചു കാലം കൂടിയൊക്കെ നിൽക്കുമായിരിക്കും. ശരീരം അധ്വാനിക്കാതെ അങ്ങനെയല്ല പറഞ്ഞ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലികൾ എല്ലാം ഗിഗ്സ് ജോലികൾ പോലെയാകും. അതായത് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. വരാൻ പോകുന്നു വെച്ചാൽ സ്ഥിര ജോലിയില്ല, സ്ഥിര ശമ്പളവും ഒന്നുമില്ല. ഭാവിയിൽ ഗിഗുകളായിരിക്കും. നാളെ ഇത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മാത്രമായിരിക്കില്ല ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലി ചെയ്യാമെന്ന് കുട്ടികൾക്ക് വരെ ചെയ്യാൻ സാധിക്കും. 10-12 വയസ്സുമുള്ള കുട്ടികൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. 14 വയസ്സുള്ള വൈഭവ് എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരൻ കളിക്കുന്ന ക്രിക്കറ്റ് കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജോലികൾക്ക് നാളെ ഒരുപക്ഷെ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത് 10 വയസ്സുകാരൻ്റെ 14 വയസ്സുകാരൻ്റെ കൂടെയായിരിക്കും. സ്ഥിര ജോലികൾ ഇല്ലാതാകും. താൽക്കാലിക ടാസ്കുകൾ
പോലെ ഏതെങ്കിലും കമ്പനി തരുന്നതായിരിക്കും. കരിയർ എന്നുള്ള പ്രസ്ഥാനമേ ഇല്ല. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുക, അതിനുശേഷം നിങ്ങൾക്കൊരു വലിയൊരു സ്ഥിരമായിട്ട് ജോലി എന്നാൽ പരിപാടിയും ഉണ്ടാവില്ല. സുരക്ഷ, അനിശ്ചിതത്വം, സുരക്ഷ, ജോലി സുരക്ഷ ഉണ്ടാകില്ല എന്നുള്ള 90%. അതായത് കമ്പനീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനെപ്പറ്റി സംസാരിക്കാൻ. എന്താണ് എല്ലാ കമ്പനികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത്? ഗൂഗിൾ ആയാലും ChatGPT ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും മെറ്റ ആയാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റെഡി, അതായത് മനുഷ്യനെക്കാട്ടും ഒരുപടി മുമ്പിലുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് താഴേക്ക് ഇറക്കുക, പുറത്തേക്ക് ഇറക്കുക. അതിൻ്റെ വരും വരായികളെ പറ്റി ആരടയ്ക്കും ടാക്സ്, മനുഷ്യർ എന്ത് ചെയ്യും, ഇതിനെപ്പറ്റിയും ചിന്തിക്കാൻ അവർക്ക് നേരമില്ല. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് പുറത്തിറക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികളെ, എൻജിനീയറിങ്ങിന് പോകുന്നവരോട് നിങ്ങളൊക്കെ കാലം മാറിയിരിക്കുന്നു. AI എന്ന് പറയുന്നത് വളരെ ഭയങ്കര സാമ്പത്തികമാണ്. ഇത് ഭയപ്പെടുത്താനുള്ള കഥയല്ല ഞാൻ പറയുന്നത്, ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ സംസാരിക്കാതെ പോയാൽ നമ്മളെക്കുറിച്ച് തീരുമാനം മറ്റുള്ളവർ എടുക്കേണ്ടി വരും. താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. മനസ്സിലാക്കുക, നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കരിയർ അപകടത്തിലാണ്.